വിശുദ്ധ കൂട്ടുകെട്ടെന്ന ആമുഖത്തോടെ കേരള രാഷ്ട്രീയം എന്നും ചർച്ചയ്ക്കെടുക്കുന്ന ഒരു സഖ്യമാണ് കോലീബി. കുപ്രസിദ്ധമായ കോലീബി സഖ്യത്തിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 25 വയസ്സാകും. കോൺഗ്രസും ലീഗും ബിജെപിയും ഒരു കുടക്കീഴിൽ. ആ രഹസ്യസഖ്യം രൂപീകരിക്കപ്പെട്ടത് 1991-ലാണ്. പൊതു തെരഞ്ഞെടുപ്പ് ഒന്നിച്ചെത്തിയപ്പോൾ വടകര ലോക്സഭാ മണ്ഡലവും ബേപ്പൂർ നിയമസഭാ മണ്ഡലവും പരീക്ഷണ കേന്ദ്രങ്ങളായി. വടകരയിൽ പ്രമുഖ അഭിഭാഷകൻ എം രത്നസിംഗും ബേപ്പൂരിൽ കെ മാധവൻകുട്ടിയും സ്ഥാനാർത്ഥികൾ. രത്നസിംഗ് UDF സ്വതന്ത്രൻ, മാധവൻകുട്ടി BJP അനുഭാവി. തെരഞ്ഞെടുപ്പ് ഫലം ഈ രഹസ്യസഖ്യത്തെ തൂത്തെറിഞ്ഞു. രത്നസിംഗും മാധവൻകുട്ടിയും പരാജയപ്പെട്ടു. വടകരയിലും ബേപ്പൂരിലും ചെങ്കൊടി പാറി. രഹസ്യമായി വെച്ചിരുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് ധാരണ പിന്നീട് പുറത്താവുകയും ചെയ്തു. കെ കരുണാകരനായിരുന്നു രത്നസിംഗിനെ സ്ഥാനാർത്ഥിയാക്കിയത്. കോലീബി സഖ്യമുണ്ടായിരുന്നെന്ന് അന്നത്തെ സ്ഥാനാർത്ഥി തന്നെ പിന്നീട് സമ്മതിച്ചു. BJP നേതാവ് PP മുകുന്ദനും അക്കാര്യം പിന്നീട് തുറന്നു പറഞ്ഞു.